ബിജെപിയുടെ നാരീശക്തിയെക്കുറിച്ചാണ്. നാഴികയ്ക്ക് 40 വട്ടം എല്ലാ വേദിയിലും പ്രധാനമന്ത്രി അടക്കം ബിജെപി നേതാക്കൾ വലിയ അവകാശവാദമായി ഉന്നയിക്കുന്ന ഒരു പ്രയോഗമാണ് നാരീശക്തി. ഈ രാജ്യത്ത് സർക്കാർ നിലകൊള്ളുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വലിയ പദ്ധതികൾ നടപ്പാക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് പ്രധാനമന്ത്രി അടക്കം നിരന്തരം ആവർത്തിക്കുന്നു. പക്ഷേ അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ, അതിനോട് യാതൊരുവിധ നൈതികതയും ആത്മാർത്ഥതയുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ഒരു ക്രിമിനലിന് വേണ്ടി പ്രധാനമന്ത്രി വോട്ട് തേടുന്ന കാര്യം കാണുന്നു. ഒപ്പം തന്നെ ബ്രിജ്ഭൂഷൺ സിംഗ്, അദ്ദേഹം ചെയ്ത കുറ്റത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ, നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗുസ്തി താരങ്ങളുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു ക്രിമിനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബിജെപിയുടെ പ്രമുഖനായ നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് നൽകിയില്ല. പകരം അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ മകന് കൈസർഗഞ്ചിൽ സീറ്റ് നൽകിയിരിക്കുകയാണ് ബിജെപി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ നാരീശക്തിയെക്കുറിച്ച് സംസാരിച്ചാണ്. ഇനി എങ്ങനെയാണ് ഈ നാരീശക്തി എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് തലയുയർത്തി എങ്ങനെ ഇവർ വോട്ട് ചോദിക്കും? രേഷ്മ, സത്യത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ പേരിൽ BJP വളരെ ശക്തമായി രാജ്യത്ത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ BJPക്ക് വോട്ട് നഷ്ടമാവുകയും കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം BJP അതൊരു സീരിയസ് ഇഷ്യൂ ആയി ഒരിക്കലും എടുക്കുന്നില്ല. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലെ ഒരാളെ സംരക്ഷിക്കുക, എന്നിട്ട് ആരാണ് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിയ താരങ്ങളാണ് അപ്പുറത്ത് വിലപിക്കുന്നത്. ഇതിപ്പോൾ എന്താണ് സാക്ഷി മാലിക് പറയുന്നത്? പെൺമക്കൾ തോറ്റുപോയി. ഇതിനേക്കാൾ വലിയ വാചകങ്ങൾ അവർ പറയുകയും അവർ ബൂട്ട് അഴിച്ചു വെക്കുകയും മെഡൽ ഒഴുക്കാൻ പോവുകയൊക്കെ ചെയ്തു. എന്നിട്ട് പക്ഷേ BJP കുലുങ്ങിയിട്ടില്ല. BJPയുടെ കോൺഫിഡൻസ് ഇങ്ങനെ സ്ത്രീകൾ വിലപിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളുടെ വോട്ടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നൊരു കോൺഫിഡൻസ് BJPക്ക് ഉണ്ട്. അത് ഉന്നാവിലെ, കത്തുവയിലെ ഒക്കെ സംഭവം നമുക്ക് എടുക്കാം. ബിൽക്കിസ് ബാനുവിൻ്റെ സംഭവം. ബിൽക്കിസ് ബാനു ലോകത്തെ നടുക്കിയ ഒരു റേപ്പ് കേസിലെ വിക്ടിമാണ്. അതിൻ്റെ പ്രതികളെ നേരത്തെ ഇറക്കിവിട്ട പ്രതികളെ ഹാരാർപ്പണം ചെയ്യുന്നു, ലഡു കൊടുക്കുന്നു. അതിലെ ഒരു പ്രതിയെ അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും പടവുള്ള വേദിയിലെത്തി ആദരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ഏതെങ്കിലും നിലയ്ക്ക് ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് BJPയുടെ പ്രശ്നം. BJPയും അതിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക സംഗതിയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദിലീപിനെ കുറിച്ച് സംസാരിച്ചു, ദിലീപിൻ്റെ കരിയറിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിലെ വിമർശനാത്മകമായ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനോട് കടുത്ത അസഹിഷ്ണുത പുലർത്തുന്ന പ്രൊഫൈലുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. അവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ളവരാണ്. അവരെ സംബന്ധിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൈം, പ്രത്യേകിച്ച് ഒരു സെക്ഷൽ അട്രോസിറ്റീസ്, അവർക്കൊരു സീരിയസ് സംഗതിയല്ല. എന്ന് വെച്ചാൽ ശത്രുവിൻ്റെ സ്ത്രീകളെ ഭോഗിക്കാനുള്ള അവകാശം അത് ധർമ്മമാണ് എന്ന് എഴുതി വെച്ച ആചാര്യന്മാരുള്ളവരാണ് അവർക്കതൊരു സീരിയസ് മാറ്റർ അല്ല. എന്ന് വെച്ചാൽ ഞാൻ സവർക്കർ എഴുതിയ പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ശത്രുവിൽ നിന്ന് എടുക്കാം, ശത്രുവിൻ്റെ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാം, അത് അതിക്രമ ഭോഗം എന്നതിൻ്റെ ഭാഗമാണ്, ധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സെക്ഷൽ അട്രോസിറ്റീസിനെ ഗുരുതരമായ കുറ്റകൃത്യമായി കാണാത്ത ഒരു ചിന്താധാരയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് രാജ്യത്ത് ഏറ്റവും അധികം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്ത പാർട്ടി BJPയാണ്. നിയമസഭകളിലെ, പാർലമെൻറ്റിലെ ഒക്കെ അംഗങ്ങളുടെ അഫിഡവിറ്റ് എടുത്ത് പരിശോധിച്ചിട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കിൽ പറയുന്നു ഏറ്റവും കൂടുതൽ ആളുകളതാണ്. ആ ചോദ്യത്തെ BJP ഭയക്കുന്നില്ല എന്നാണ് ഒന്നാമത് കണ്ടത്. അതുകൊണ്ട് BJP ഏതെങ്കിലും തരത്തിൽ ധാർമ്മിക ബോധത്താൽ ഉലയും ഈ സംഗതിയൊക്കെ വരുമ്പോൾ എന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട സംഗതി BJP പിടിച്ചൊളിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. കാരണം ഇത് നോർത്തല്ല, സൗത്തിലുണ്ടായിട്ടുള്ള സംഗതിയാണ്. മറ്റൊന്ന്, ഇത് വളരെ എവിഡൻ്റായ ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ അജിംസോട് പറഞ്ഞു, 60 വയസ്സുള്ള ഒരു സ്ത്രീ, മോനെ എന്നെ റേപ്പ് ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര വർഷമായിട്ടുള്ള ആളാണ് എന്ന് പറയാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ റേപ്പ് ചെയ്യുന്ന അധികാരം കൊണ്ട് ആളുകളെ ഉപയോഗിക്കുന്നതിന് വീഡിയോസ്, വളരെ എവിഡൻ്റായ സംഗതി ആകെപ്പാടെ മനുഷ്യന്മാർ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെയാണ് എനിക്ക് കരുത്തു പകരാൻ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു മോദി വന്ന് പ്രസംഗിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന ആളുകളെ
അതായത് ഈ പറയുന്ന MP-മാരടങ്ങുന്ന ഈ സംഘത്തെ നമ്മുടെ മുന്നണിയിൽ ചേർക്കാൻ പാടില്ല. ഒന്നാമതൊരു ഡൈനാസ്റ്റി പാർട്ടിയാണ്, അവരെ നമ്മുടെ കൂടെ കൂട്ടുകയും ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് അതേ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ്. രണ്ടാമത് ഈ സംഗതികൾ എടുത്ത് കാണിക്കുന്നുണ്ട് അവർ. ഇതിന് മുൻപും ഇതേ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസുണ്ടായിട്ടുണ്ട്. 89 സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഒരു ടേക്ക് ഡൗൺ നോട്ടീസ് കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതേ മോർഫിംഗ് ആണെന്ന് ഉള്ള ഒരു സിദ്ധാന്തം ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംഗതിയല്ല. പക്ഷേ മോദിയെ സംബന്ധിച്ചും മോദി സഖ്യത്തെ സംബന്ധിച്ചും സഖ്യത്തിലേക്ക് ഒരാളെ കൂട്ടുമ്പോൾ അയാൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ എന്തെങ്കിലും കുഴപ്പക്കാരനാണെങ്കിൽ അതൊരു അയോഗ്യതയല്ല. അവരെ സംബന്ധിച്ച് അത്തരം ആളുകളെ കൂട്ടും. വേറെ എന്തെങ്കിലും ആണെങ്കിൽ നോക്കാം, ഇതൊരു അയോഗ്യതയല്ല. വേറെ വല്ല മുസ്ലിം പേരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവർ ഒഴിവാക്കിയേക്കും. ഇത് അവർക്ക് അയോഗ്യതയല്ല. അതുകൊണ്ട് ആണ് അതൊന്നും പരിഗണിക്കാതെ അവർ കൂടെ കൂട്ടിയത്. പക്ഷേ ഇത്തവണ സത്യത്തിൽ ഇത് പ്രശ്നമാകാൻ പോകണം. ഇതൊരു എവിഡൻ്റായ സംഗതിയാണ്, മുഴുവൻ മനുഷ്യരും കണ്ടു കഴിഞ്ഞു. ഒന്നാമത്. രണ്ടാമത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ CSDS സർവേയെക്കുറിച്ച് പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ സ്ത്രീകളാണ്. നമ്മൾ പുറത്തേക്ക് പോയ ആളുകൾ ഈ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം സ്ത്രീകൾ, കുടുംബം നടത്തുന്ന വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. പാചകവാതകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ, അരിയുടെ, പച്ചക്കറിയുടെ ഒക്കെ വിലക്കയറ്റം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാരീശക്തിയുടെ ഉറക്കമുള്ള പ്രസംഗം അവരെ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നല്ല. ഇതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ സാധാരണ നിലയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്ന ഒരു കാര്യം BJP ആണ് അജണ്ട സെറ്റ് ചെയ്യുക. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും BJP അജണ്ട സെറ്റ് ചെയ്യും. എല്ലാ പ്രാദേശിക വിഷയങ്ങൾക്കും മേലെ മോദി ഒരൊറ്റ വിഷയം കൊണ്ടുവയ്ക്കുകയും അത് അജണ്ടയായി മാറുകയും അതിൽ കുരുങ്ങുകയും ചെയ്യും എല്ലാവരും. ഇത്തവണ രേഷ്മ ശ്രദ്ധിക്കൂ, ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒറ്റ വിഷയമില്ല. മോദി ഇന്നിപ്പോൾ സംവരണത്തെക്കുറിച്ച് പറയും, നാളെ മുസ്ലിങ്ങളെക്കുറിച്ച് പറയും, മറ്റന്നാൾ പാകിസ്ഥാനെക്കുറിച്ച് പറയും. അദ്ദേഹം തന്നെയും ഒരു വിഷയമില്ലാതെ കിടന്ന് ഓടുന്ന ഓട്ടമാണ് കാണുന്നത്. അതേസമയം എന്താണ് ബീഹാറിൽ അവിടുത്തെ എന്താ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അവിടുത്തെ വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നു. ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ മോദി ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗങ്ങൾ സ്പീക്കറിൽ വെച്ചിട്ട് മൈക്കിൽ എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ച് പറയുന്നത്, പെട്രോൾ വിലവർധനയെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഇത് മോദി നടപ്പിലാക്കി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മോദി വേറെ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു. പാകിസ്ഥാൻ കൈയടിക്കുകയാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ, പാകിസ്ഥാനിൽ പ്രാർത്ഥന നടക്കുകയാണ്. അതിലവർ തൊടുന്നതേയില്ല. രാമക്ഷേത്രം ഒരു പ്രധാന വിഷയമാക്കാൻ ശ്രമിച്ചു, പക്ഷേ ആളുകൾ അതിൽ പിടിച്ചിട്ടില്ല. അതിലെല്ലാം സംസാരിക്കുന്ന ആളുകൾ പലതരം സംഗതികൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത്, എല്ലാ തവണയും അജണ്ട സെറ്റ് ചെയ്യുന്ന, വിഷയം സെറ്റ് ചെയ്യുന്ന BJPക്ക് ഇത്തവണ അതിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു സ്ഥലത്ത് കാണുക. മറുവശത്ത് അതിൽ കുടുങ്ങാതെ അതത് വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പ്രതിപക്ഷം കുറച്ചുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ നാരീശക്തി പ്രസംഗത്തിൻ്റെ അത് ദുർബലമാകാൻ പോവുകയാണ്. അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചടിക്കാൻ പോവുകയാണ്. ഇത് കർണാടകയിൽ മാത്രമല്ല, രാജ്യത്താകമാനം ഇപ്പോൾ രാഹുൽ ഗാന്ധി റേപ്പിസ്റ്റുകളെ സഹായിക്കുന്ന പാർട്ടി, രാജ്യം വിടാൻ സഹായിക്കുന്ന പാർട്ടി നിരന്തരം പ്രസംഗിക്കുന്നുണ്ട്. രാജ്യത്താകമാനം അത് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. മിഡിൽ ക്ലാസ്സിനെ, അഭ്യസ്തവിദ്യരായ മനുഷ്യരെ, വാർത്ത കാണുന്ന ആളുകളെ ഒക്കെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ അവർ പഴയ എല്ലാ സംഗതിയിലും പറയും. സോ ഇത് ഇത്തവണ BJPക്ക് ഒരു ഇറുക്കം ഉണ്ടാക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താണ്, ഒരു കവറപ്പ് ഓപ്ഷൻ അവർക്ക് വേറെ ഇല്ല. ദാവൂദ് സർ, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. സാധാരണക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് ഇത് എത്തിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ആളുകൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ്. അപ്പോഴും എത്ര കണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ആളുകളിലേക്ക് എത്തുന്നുണ്ട്? നമ്മൾ പലതവണ സംസാരിച്ചതാണ്, ഈ ഗോദി മീഡിയാസ് ഇത് എത്രമാത്രം മൂട് വയ്ക്കുന്നുള്ളത്. ഇത്രയും കാര്യമായ വിഷയങ്ങൾ പോലും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നത് ഭയങ്കര നിരാശ തോന്നുന്ന കാര്യങ്ങളാണ്. അത് പൊതുവെ ഇന്ത്യയിലൊരു മീഡിയ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട്. പക്ഷേ ഈ പ്രജ്വൽ രേവണ്ണയുടെ ഇഷ്യൂ വന്നപ്പം സ്വല്പമെങ്കിലും മാധ്യമങ്ങൾ അത് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് ഇഷ്യൂസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രജ്വൽ രേവണ്ണ വിഷയത്തിൽ പിന്നെ അതിലൊരു സെൻസേഷൻ എലമെൻ്റ് കൂടെയുണ്ട്. 2900 വീഡിയോസിൻ്റെ കഥയാണല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് ഇലക്ഷനിൽ ഇതെങ്ങനെ എത്രത്തോളം ബാധിക്കും എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ ഒരു ധാരണ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവായൊരു അഭിപ്രായമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷി മാലിക് വിഷയം ദേശീയ തലത്തിൽ കത്തി നിന്ന ഒരു സംഗതിയാണല്ലോ. സാക്ഷി മാലിക് വിഷയം, സാക്ഷി മാലിക് മാത്രമല്ല വേറെയും അത്ലറ്റുകളുടെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമല്ലേ ഈ പറയുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് അത് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഓഫ് കോഴ്സ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ നിലക്കുള്ള ലൈംഗികാതിക്രമങ്ങൾ, അതിൽ ഒരു വൈകാരികമായ തലമുണ്ട്. ആ തലം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കാൻ നമുക്കറിയാം. മോഡിയുടെ തന്നെ വരവിൽ ഈ ഡൽഹിയിലെ റേപ്പ് എത്രത്തോളം പ്രധാന ഘടകമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. മോഡി തന്നെ മോഡി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പല തവണ പ്രയോഗിച്ചൊരു പ്രയോഗം
എന്താണ് മുസ്ലിങ്ങൾക്ക് സമ്പത്ത് കൊടുക്കും, നിങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇതാണ് കോൺഗ്രസ് പറയുന്നതാണല്ലോ. അതിൽ ഈ സഹോദരിമാരുടെ താലി അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇത് എഗൻ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്തിനാണ്? അതിൽ ഈ എലമെന്റ് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. താലി എന്നുള്ളത് അത് ഒരു വികാരമാണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പോൾ അത് വർക്ക് ചെയ്യുമോ എന്ന ഒരു ആലോചനയിലാണ് അത് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങളുടെ പൈസ തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങളുടെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത് പറയുന്ന കൂട്ട് തന്നെ നിങ്ങളുടെ കെട്ടുതാലി അടക്കം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ സംഗതിയിൽ വർക്ക് ചെയ്യുമോ എന്നൊരു ആലോചനയിലായിരിക്കും. ഈ സാക്ഷി മാലിക് തന്നെ നേരത്തെയും ഈ പല ആരോപണങ്ങളിൽ പെട്ടൊരു കക്ഷിയാണ്, നമ്മൾ മനസ്സിലാക്കണം. അയാളെപ്പോഴും ജയിച്ചു വരാറേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറയുന്നത് അയാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പുള്ളി കൊള്ളാമല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. ഇയാളിപ്പോൾ 10 ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ആൾ കിടുവാണല്ലോ എന്ന് പറഞ്ഞ് അയാൾക്ക് നായക പരിവേഷം കൊടുക്കുന്ന മനോഗതിയുള്ള മനുഷ്യരുമുള്ള നാടാണ്. അവരെ അഡ്രസ്സ് ചെയ്യാനും ഈ പാർട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് ഇത് ഓഫ് കോഴ്സ് നിഷാദ് പറഞ്ഞ മാതിരി പിന്നെ ഒരു മോഡിക്ക് ഉത്തരം പറയേണ്ടുന്ന ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് അത് വികസിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മോഡി അക്കൗണ്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ഈ വർഗീയത എന്തിനാണ് ഇദ്ദേഹം എല്ലാ ദിവസവും വർഗീയത പറയുന്നത്? മോഡി എല്ലാ ദിവസവും പറയും ഒന്ന് തന്നെയാണ്, ഒറ്റ അജണ്ട ഇല്ല എന്ന് നിഷാദ് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറയുന്നതെല്ലാം ഒരേ അജണ്ടയുടെ പല വേർഷൻസാണ്. അതൊറ്റ കാര്യമാണ്. മുസ്ലിം വിരുദ്ധത ഒന്ന്, രണ്ടാമത് ഹിന്ദു വിക്ടിംഹുഡാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ 10 വർഷമായിട്ട് ഹിന്ദുത്വയുടെ ഏറ്റവും ശക്തരായ പ്രചാരകരെന്ന് അവകാശപ്പെടുന്ന ഒരു ടീം ഭരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ നേതാവായിട്ടുള്ള ആൾ എല്ലാ ദിവസവും വന്ന് പ്രസംഗിക്കുന്നത് എന്താണ്? ഹിന്ദു ഇരവാദമല്ലേ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ, ദലിതുകൾ, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അതേക്കുറിച്ച് പറയുമ്പം ഹിന്ദുത്വ ടീംസ് അല്ലെ സംഘപരിവാർ ഉന്നയിക്കുന്ന ആക്ഷേപ പദം എന്താണ്? അത് ഇരവാദമാണ്. അത് തന്നെയല്ലേ മോഡിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളെ ഇതാക്കുന്നു, അവരുടെ സംവരണം തട്ടിയെടുക്കുന്നു, ഹിന്ദുക്കളുടെ പൈസ എടുത്തു കൊണ്ടുപോകുന്നു, ഹിന്ദുക്കളുടെ കെട്ടുതാലി എടുത്തു കൊണ്ടുപോകുന്നു. ഇതന്നല്ലേ ഇയാൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 10 വർഷം ഭരിച്ചിട്ട് എന്നാ ചെയ്ത്? ഈ ഹിന്ദുക്കളെ ഈ സകല ആക്രമണങ്ങൾക്കും വിധേയപ്പെടേണ്ട ഒരു സൊസൈറ്റി ആയിട്ട് നിലനിർത്തുകയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഹിന്ദു ഇരവാദവും മുസ്ലിം വിരുദ്ധതയുമാണ് ഇദ്ദേഹം എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇതൊരു ചീപ്പ് പരിപാടിയാണല്ലോ. ചീപ്പ് പരിപാടിയാണ് എന്നറിഞ്ഞിട്ടും അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് വർക്ക് ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ നിലപാടുകാരനാണ്. അത് വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയിലുള്ള ആളല്ല ഞാൻ. ഇന്ത്യൻ സാമൂഹിക ഘടനയെ, ഇന്ത്യൻ സാമൂഹ്യ മനഃശാസ്ത്രത്തെ മുൻനിർത്തി പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണയാവട്ടെ, ഈ ബ്രിജ്ഭൂഷൺ ആവട്ടെ, ആനന്ദ് ബോസിനെതിരായ ഇതാകട്ടെ, അതേക്കാളൊക്കെ ഇതെല്ലാം ഒരു ഭാഗത്ത് വരുന്നു. ഈ പറയുന്ന മുസ്ലിം വിരുദ്ധതയും ഒരു ഭാഗത്ത് വരുമ്പോൾ തൂക്കം കിട്ടുക ഇതിനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിന് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയും കൂടെ ചിന്തിക്കണം. മീൻസ് സാക്ഷി മാലിക്കൊക്കെ പൊട്ടിക്കരഞ്ഞ് എൻ്റെ മുന്നിൽ ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് ഗംഗയിലേക്ക് ഒഴുക്കാൻ മെഡലുകളുമായി പോകുന്ന ദൃശ്യങ്ങൾ. അതിനുശേഷം അവർ ഇവരുടെ അണികൾ മൂലം നേരിട്ട സൈബർ അധിക്ഷേപം, എന്തൊക്കെ സാക്ഷിയും വിനേഷ് ഫോഗട്ടിനും ഒക്കെ അവർ പറഞ്ഞിരിക്കുന്നു. ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം സംസാരിക്കാതിരിക്കാനുള്ള പ്രിവിലേജ് അദ്ദേഹത്തിനുണ്ട്. മണിപ്പൂരിൽ ആ പെൺകുട്ടികളെ കുറിച്ച് വല്ലതും പറഞ്ഞു ഇല്ല. അത് തന്നെയാണ് മണിപ്പൂരിലെ കാര്യം കൂടി നമ്മൾ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അത് തന്നെയാണ് നാരീശക്തി എന്നുള്ളത് BJPയുടെ എത്രയും പൊള്ളയായ വാക്കാണ്, വാഗ്ദാനമാണ് എന്നുള്ള കാര്യം ഓരോ ദിവസവും അടിവരയിടുന്ന സംഭവങ്ങൾ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.